ഹായ് കാൺവിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പാസ്ത ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പാസ്ത രണ്ട് തരം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ സാധാ ഉണ്ടാക്കില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ചീസി ക്രീമി ആയിട്ടുള്ള പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വേവിക്കാൻ വെച്ചേ. അതിൻ്റെ കൂടെ ഞാൻ തക്കാളിയും വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്രോണി എല്ലാവരും വേവിക്കുന്ന പോലെ തന്നെ ഉപ്പും ഓയിലും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനും തക്കാളി അരച്ച് വെക്കാനുണ്ട്. അപ്പോഴേക്കും മക്രോണിയൊക്കെ വെന്ത് ഞാനത് ഊറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ രണ്ട് വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് തക്കാളി അരച്ചതും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കന് നമ്മൾ വേവിച്ചത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, എല്ലാം ചേർത്ത് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പകുതി മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് ഇനി പാസ്ത മറ്റേ ക്രീമി പാസ്ത ഉണ്ടാക്കണം. അത് ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കും. എന്നിട്ട് അതൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച ബാക്കി ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്രീമി നല്ല ടേസ്റ്റായി കിട്ടും. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ, ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇല്ലെങ്കിൽ പാൽ മാത്രമായാലും മതി. അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ലൈസ്ഡ് ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഇഷ്ടമാണ്, ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കല്യാണത്തിന് പോയി കുറച്ച് മധുരമൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങാനുണ്ട് പറഞ്ഞു നൗഷാദക്ക്. അതൊരു നല്ലൊരു മാവിൻ്റെ പുതിയൊരു ഐറ്റം തെയ്യാണ്. നല്ല വലിപ്പമുള്ള തെയ്യ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് വാങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പൂച്ചക്കുട്ടികളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.